പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ഭയങ്കര വിഷമം തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഓരോ വഴിക്ക് അന്വേഷിച്ചു പോയിട്ടുണ്ട്. നയനയാണെങ്കിലും റോഡിലൂടെ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. പൂജയുടെ അന്ന് അവർ ഡാൻസ് കളിച്ചതും അതുപോലെ തന്നെ ആദർശാണെങ്കിൽ നയനെ ബീച്ചിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ട്. ആദർശാണെങ്കിലും നയനയാണെങ്കിലും എല്ലാവരും ഓരോ വഴിയിലൂടെ അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നയനയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞൊക്കെയാണ് കേട്ടോ അങ്ങനെ രാത്രി ഇങ്ങനെ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അനിയാണെങ്കിലും ഒരിടത്ത് എത്തുന്നുണ്ട്. എവിടെയും കാണുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ തന്നെയാണ്. ആദർശാണെങ്കിലും ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അനി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്തായി ഏട്ടാന്ന്. അപ്പോൾ ആദർശ് തിരിച്ച് ചോദിക്കുകയാണ് എന്തായി എന്ന്. അപ്പോൾ ഏട്ടത്തിനെ എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല എന്ന് പറയാണ്. ആദർശം പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും നോക്കി, ഇനിയിപ്പോൾ എവിടെ ചെന്നാൽ ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതിൽ ചോദിക്കുന്നുണ്ട്. അനി ഇങ്ങനെ ആദർശ് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങിച്ചു തരട്ടെ, വെള്ളം വാങ്ങിച്ചു തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേണ്ടാന്ന് പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടത്തിയുടെ മനസ്സിന് എന്തോ വേദന ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഏട്ടത്തി ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനെ ഞാൻ പരമാവധി സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടനെ ഇങ്ങനെ ഏട്ടത്തി വിഷമിപ്പിച്ചാലും മുത്തശ്ശിനെ ഒരിക്കലും ഏട്ടത്തി വേദനിപ്പിക്കില്ല. അപ്പോൾ എന്തോ ഏട്ടത്തിൻ്റെ മനസ്സിന് കാര്യമായിട്ട് എന്തോ വേദന ഉണ്ടാക്കുന്ന എന്തോ സംഭവം നടന്നിട്ടുണ്ട്, ഏട്ടത്തിനെ വഴക്ക് പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവളുടെ അച്ഛനെ അമ്മേനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്, പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും നീ ഒന്നുകൂടെയൊക്കെ ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് അനീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കും രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനൊക്കെ തന്നെയാണ്. പിന്നീട് രണ്ടുപേരും അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം കനികയാണെങ്കിൽ ചെക്ക് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതൊരു ദിവസം ഭഗവാന്റെ മുന്നിൽ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് മതി ഇങ്ങനെ പലിശക്കാരൻ ചന്ദ്രന് പണം തിരിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കഴിവുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു തുക നമുക്ക് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഞാൻ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതെൻ്റെ കഴിവുകൊണ്ടൊന്നല്ല, ഇത് നമ്മുടെ മോൾക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി പണം അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശാണല്ലോ ആ പ്രതിമയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത്, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ തന്നെ ഇത് ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയണം. അപ്പോൾ ആദർശാണെങ്കിലും ഇനിയിപ്പോൾ നയനയുടെ വീട്ടിലേക്ക് എങ്ങനെ അവൾ ചെന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കനകേനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ കനകനെ വിളിച്ചിട്ട് ഇങ്ങനെ നയന അങ്ങോട്ടെങ്ങാനും വിളിച്ചോ എന്നൊക്കെയാണ് കേട്ടോ ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ അവൾ അവിടേക്ക് വന്നിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കനക പറയുന്നുണ്ട് അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ ഇങ്ങനെ മോനോട് പറയാതെ അവൾ ഇങ്ങോട്ട് വരില്ലല്ലോ, എന്താ മോനെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശപ്പെട്ടത് തന്നെ കോള് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും കനയ്ക്കും ആണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനോട് ആ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശമോൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, മോൾ അവിടെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ അല്ലാതെ ആദർശമോൻ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കില്ലല്ലോ, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന അങ്ങനെ കാറിൽ ഇൻഹേലറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് ആദർശാണെങ്കിലും മരുന്നൊക്കെ ഇതാക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് ശരിയാവുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവളെ വീട് പോയതാണ്, ഇനിയിപ്പോൾ വീടിൻ്റെ മുന്നിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ, ഇനി എവിടെ പോയിട്ടാണെന്ന് അന്വേഷിക്കുക അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നയനയാണെങ്കിലും നടന്ന് ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അവിടെ വന്നിട്ട് കരഞ്ഞുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അകത്ത് കയറിയിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇത് കനകയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദർശിനെ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ കനക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീനെ വിളിച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിലും ആ സമയത്ത് അനീനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിൽ കോൾ എടുക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കടക്കാരോടൊക്കെ നയനയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരാരും കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ കണ്ടാൽ ഇനി എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഏട്ടത്തിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ആൻറ്റി വിളിച്ചതെന്ന് ചോദിക്കും. അല്ല ആദർശമാൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ട് മോൾ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു, അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏട്ടത്തിയുടെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് സമയമായിട്ട് ഏട്ടത്തിനെ കാണില്ല, ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും വഴക്ക് നടന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
വഴക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ അനി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗോവിന്ദനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പല വഴിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അനി കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗോവിന്ദനും ഇങ്ങനെ കനകയ്ക്കൊക്കെ മനസ്സിലായി നയനയെ കാണാനില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മോളെ എവിടെ പോയതാ, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കരുത് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്തും നയന അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, കരഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് ഗോവിന്ദനോടാണെങ്കിലും കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പോകുന്ന ശേഷം എന്തോ വലിയ വഴക്ക് അവിടെ നടന്നിട്ടുണ്ട്, അല്ലാതെ മോള് ഇങ്ങനെ രാത്രി വീട് വിട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ മേലേക്ക് അങ്ങ് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനി അച്ഛനും അമ്മയും അവളെ ന്യായീകരിക്കുന്നത് നിർത്തണം. ഇപ്പോൾ നവ്യ അതുപോലെ തന്നെ അഭിയും ഇങ്ങനെ പുറത്ത് പറയാതെ പോയതിന് നമ്മളവരെ വിമർശിച്ചതല്ലേ, അപ്പോൾ അത് അവളെല്ലാം കേട്ടതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അവളൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് പോരെ ഏട്ടത്തി വിമർശിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദർശമായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് അവൾ വീട് വിട്ട് പോകുന്നത്, അവളെ ഒന്ന് സ്നേഹിച്ച് വരികയായിരുന്നു, അപ്പോൾ അവൾ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സ്നേഹത്തിനെ പറ്റി നീ ഇങ്ങനെ വലിയ ഇതൊന്നും പറയണ്ട, നീ നിൻ്റെ മകനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, നീ നിൻ്റെ മകനിൽ നിന്ന് അവൻ്റെ ഭാര്യനെ വേർപെടുത്താനല്ലേ നോക്കുന്നത്, അല്ലാതെ നിനക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു, മോള് ഈ രാത്രി വീട് വിട്ട് പോകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന്. ദേവയാനിയാണെങ്കിലും അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നവ്യാണെങ്കിൽ ഈ സമയത്ത് അവിടെ ഇങ്ങനെ ചാരി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.